ഇസ്ലാമിന്റെ വിശുദ്ധ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും മെക്ക, അല്ലേ? എന്നാൽ ആ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു തിരുത്തുണ്ടെങ്കിലോ? ഇസ്ലാമിന്റെ ആദ്യത്തെ വിശുദ്ധ നഗരം മെക്കയല്ല, മറിച്ച് മറ്റൊരിടത്തായിരുന്നു എന്നു പറയുന്ന ചില പുതിയ വാദങ്ങളുണ്ട്. അപ്പോ നമുക്ക് ആ രഹസ്യത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? ഒന്നാലോചിച്ചു നോക്കൂ. ദിവസവും 5 നേരം ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും ശരി, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഒരൊറ്റ ദിശയിലേക്ക് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്, മെക്കയിലെ കാബയിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒത്തൊരുമയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ തന്നെ ഒരു അടിസ്ഥാനം. പക്ഷേ നമ്മളിന്ന് ഇത്ര ഉറപ്പിച്ചു പറയുന്ന ഈയൊരു കാര്യം എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലെങ്കിലോ? ഇസ്ലാമിന്റെ തുടക്കത്തിൽ വിശ്വാസികൾ പ്രാർത്ഥിച്ചിരുന്നത് മെക്കയുടെ ദിശയിലേക്കായിരുന്നില്ല എന്ന് വാദിക്കുന്നൊരു സിദ്ധാന്തമുണ്ട്. അതെ, ആ ഒരു വാദമാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഈ സിദ്ധാന്തം മെക്കയുടെ ചരിത്രത്തെപ്പറ്റി നമ്മളെ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നമുക്ക് ഈ ചരിത്രപരമായ പ്രഹേളികകൾ ഓരോന്നായി ഒന്ന് പരിശോധിച്ചു തുടങ്ങാം. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. ഇസ്ലാമിക ചരിത്രം പറയുന്നത് പ്രവാചകന്റെ കാലത്ത് മെക്ക ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു എന്നാണ്. പക്ഷേ ഈ ഗവേഷകർ ചോദിക്കുന്നത് AD 800 മുൻപുള്ള ഒരു പുരാവസ്തു തെളിവ് പോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ലല്ലോ എന്നാണ്. ഒരു വലിയ നഗരം ഒരു അടയാളം പോലും ബാക്കി വെക്കാതെ എങ്ങനെ അപ്രത്യക്ഷമാകും? അതൊരു ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ പ്രഹേളിക, അത് വിവരണങ്ങളിലെ പൊരുത്തക്കേടാണ്. ആദ്യകാല ഗ്രന്ഥങ്ങളിലൊക്കെ വിശുദ്ധ നഗരത്തെ വർണ്ണിക്കുന്നത് നല്ല പച്ചപ്പും മരങ്ങളും അരുവികളുമൊക്കെയുള്ള ഒരിടമായിട്ടാണ്. എന്നാൽ നമുക്കിന്നറിയാവുന്ന മെക്കയോ പാറക്കെട്ടുകൾ നിറഞ്ഞ വരണ്ടുണങ്ങിയ ഒരു മരുഭൂമിയാണ്. ഈ 2 ചിത്രങ്ങളും തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോകുന്നത്? മൂന്നാമത്തെ ചോദ്യം ഭൂപടങ്ങളെക്കുറിച്ചാണ്. മെക്ക അത്ര വലിയൊരു വ്യാപാര കേന്ദ്രമായിരുന്നെങ്കിൽ അന്നത്തെ ഗ്രീക്ക്, റോമൻ ഭൂപടങ്ങളിലോ കച്ചവടരേഖകളിലോ എന്തുകൊണ്ട് ആ പേര് കാണുന്നില്ല? ഇസ്ലാം സ്ഥാപിതമായി 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് മെക്ക എന്ന പേര് ചരിത്രത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു വലിയ രഹസ്യം തന്നെയല്ലേ? അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചോദിക്കും, ഈ സൂചനകളെല്ലാം മെക്കയിലേക്കല്ല വിരൽ ചൂണ്ടുന്നതെങ്കിൽ പിന്നെവിടേക്ക്? ഈ ചോദ്യമാണ് നമ്മളെ ഈ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മെക്കയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. ഇനി ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശക്തമായ തെളിവിലേക്ക് വരാം. അത് പുരാതനമായ പള്ളികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണ്. അതായത് പ്രാർത്ഥനയുടെ ദിശ അഥവാ ഖിബ്ല. എന്താണ് ഖിബ്ല എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാം. ലോകത്ത് എവിടെയായിരുന്നാലും എല്ലാ മുസ്ലിം പള്ളികളും വിശ്വാസികളും പ്രാർത്ഥിക്കുന്നതും മെക്കയെ ലക്ഷ്യമാക്കിയാണ്. ആ ദിശയ്ക്കാണ് ഖിബ്ല എന്ന് പറയുന്നത്. എന്നാൽ ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നോ? ഇവിടെയാണ് ഈ സിദ്ധാന്തത്തിന്റെ കാതൽ. ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളികളൊന്നും മെക്കയുടെ ദിശയിലേക്കല്ല തിരിഞ്ഞിരിക്കുന്നത് എന്ന് ചില ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. ഇത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണ്, അല്ലേ? അങ്ങനെയെങ്കിൽ ആ പള്ളികളെല്ലാം ഏത് ദിശയിലേക്കായിരുന്നു മുഖം തിരിച്ചിരുന്നത്? വെറുതെ പല ദിശകളിലേക്കുമല്ല. ചൈന മുതൽ ഈജിപ്റ്റ് വരെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഈ പള്ളികളെല്ലാം അവിശ്വസനീയമായ കൃത്യതയോടെ ഒരൊറ്റ പോയിന്റിലേക്കാണ് തിരിഞ്ഞിരുന്നത്. ഇതൊരു യാദൃശ്ചികമല്ല, വ്യക്തമായൊരു പാറ്റേൺ കാണിക്കുന്നുണ്ട്. അതെ, ആ ആദ്യകാല പള്ളികളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ സ്ഥലത്തേക്കാണ്. ഇന്നത്തെ ജോർദാനിലുള്ള പാറകളിൽ കൊത്തിയെടുത്ത ആ പുരാതന നഗരത്തിലേക്ക്, പെട്രയിലേക്ക്. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: പെട്രയായിരുന്നോ യഥാർത്ഥ വിശുദ്ധ നഗരം? ഇതിനുത്തരം കണ്ടെത്താൻ നമുക്ക് ആദ്യകാല ഗ്രന്ഥങ്ങളിലെ വിവരണങ്ങളുമായി പെട്രയുടെ ഭൂപ്രകൃതി എത്രത്തോളം യോജിക്കുന്നുണ്ടെന്നൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഒരു വശത്ത് നമുക്ക് മെക്കയുടെ വരണ്ട ഭൂപ്രകൃതിയുണ്ട്. മറുവശത്ത് പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പെട്ര. ഈ പുരാതന ഗ്രന്ഥങ്ങളിലെ വർണ്ണനകളുമായി ഇതിലേതാണ് കൂടുതൽ ചേരുന്നത്? ശരി, നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. കൃഷിയും മരങ്ങളും, നഗരത്തിനു ചുറ്റും മതിലുകൾ, മലയിടുക്കിലൂടെ ഒഴുകുന്ന അരുവി, പാറകളിലൂടെയുള്ള നടപ്പാതകൾ, ഇങ്ങനെ ഒരുപാട് വർണ്ണനകൾ ആദ്യകാല ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അടയാളങ്ങളെല്ലാം പെട്രയിൽ കൃത്യമായി കാണാൻ കഴിയും, എന്നാൽ ഇവയൊന്നും മെക്കയിലില്ല എന്നാണ്. ഇത് പെട്രയ്ക്ക് അനുകൂലമായ വളരെ ശക്തമായ ഒരു തെളിവാണ്. വിശുദ്ധ നഗരത്തിന് മറ്റൊരു പേരുകൂടിയുണ്ടായിരുന്നു, ബെക്ക. ഈ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബെക്ക എങ്ങനെ മെക്കയായി എന്ന ചോദ്യത്തിലാണ് ഈ ചരിത്രപരമായ മാറ്റത്തിന്റെ താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു മാറ്റം എങ്ങനെ സംഭവിക്കും? ഒരു വിശുദ്ധ നഗരത്തെ ചരിത്രത്തിൽ നിന്ന് തന്നെ മാറ്റിയിട്ട് വേറൊരു നഗരത്തെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ എങ്ങനെ സാധിക്കും? ഈ സിദ്ധാന്തം അതിനും ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അത് നമ്മളെ ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിന്റെ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. 7ാം നൂറ്റാണ്ടിൽ നടന്ന 2ാം ഇസ്ലാമിക ആഭ്യന്തര യുദ്ധം. ആ ഒരു സംഘർഷഭരിതമായ കാലത്താണ് ഈ വലിയ മാറ്റം സംഭവിച്ചതെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്.
ഇസ്ലാമിക ലോകത്തെ പിടിച്ചുകുലുക്കിയ ആ അധികാര വടംവലിയാണ് ഖിബ്ല മാറ്റത്തിലേക്ക് നയിച്ചതത്രേ. ആ സംഭവങ്ങൾ എങ്ങനെയായിരുന്നിരിക്കാം എന്ന് ഈ ടൈം ലൈൻ കാണിച്ചു തരുന്നുണ്ട്. AD 683 ഇബ്നു സുബൈർ എന്ന വിമത നേതാവ് പെട്രയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നു. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അദ്ദേഹം കാബയിലെ കറുത്ത ശില അവിടുന്ന് മാറ്റി കൂടുതൽ സുരക്ഷിതമായ മെക്ക എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്നാണ് വാദം. ഇതിനെ തുടർന്ന് ഒരു വലിയ ആശയക്കുഴപ്പത്തിന്റെ കാലം വന്നു. ചില പള്ളികൾ പഴയ കിബ്ലയായ പെട്രയിലേക്കും പുതിയവ മെക്കയിലേക്കും തിരിഞ്ഞു. ഒടുവിൽ യുദ്ധത്തിൽ ജയിച്ച അബ്ബാസിഡ് ഭരണകൂടം മെക്കയെ ഔദ്യോഗിക കിബ്ലയായി പ്രഖ്യാപിച്ചു. പഴയ ചരിത്രം തിരുത്തിയെഴുതി. അപ്പോൾ ഈ സിദ്ധാന്തമനുസരിച്ച് നടന്നത് ഇത്രയുമാണ്: 1. കറുത്ത ശില മെക്കയിലേക്ക് മാറ്റി. 2. തുടർച്ചയായ ഭൂകമ്പങ്ങൾ കാരണം പെട്ര നശിച്ചു, ആളുകൾ ആ നഗരം ഉപേക്ഷിച്ചുപോയി. 3. അധികാരത്തിൽ വന്ന പുതിയ ഭരണകൂടം മെക്കയെ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ചരിത്രം തന്നെയുണ്ടാക്കി. പിന്നെ 4. അറബി ലിപിയിൽ വളരെ ലളിതമായൊരു മാറ്റത്തിലൂടെ ബെക്ക എന്ന പേര് മെക്ക എന്നാക്കി മാറ്റി. അറബിയിൽ ബ എന്ന അക്ഷരത്തിലെ ഒരു കുത്തു മാറ്റിയാൽ അത് മായാകും. അത്രയും ലളിതമായ ഒരു മാറ്റത്തിലൂടെ ചരിത്രത്തെ തന്നെ തിരുത്തിമറിച്ചു.